ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് ബൈക്സ് വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ ബൈക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ്, നമ്മൾ ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീൽസിലൊക്കെ പറ്റിപ്പിടിച്ച് ആകെ അലമ്പാവും. നമ്മൾ വണ്ടി വാഷ് ചെയ്തിട്ടാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുക. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ മൊത്തം തെറിക്കലും നമ്പർ പ്ലേറ്റിലേക്കും ഇവിടെയൊക്കെ തെറിക്കലും, ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ലൂബാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ എല്ലാവർക്കും ഫേസ് ചെയ്യുന്നുണ്ടാവും. ഒരുപാട് ചെയിൻ ലൂബ് ബ്രാൻഡുകാരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ചെയിൻ ലൂബ് തെറിക്കില്ല എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കത് കുറേ കാലമായിട്ട് ഉപയോഗിച്ച് ഫീൽ ചെയ്തതിൽ ഈ ഒരു ചെയിൻ ലൂബ് മാത്രമാട്ടോ എനിക്കൊരു ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള ചെയിൻ ലൂബാണ്. ഇത് ഉപയോഗിച്ചിട്ട് മാത്രമേ എനിക്കൊരു നല്ലൊരു റിസൾട്ട് തോന്നിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം അടിച്ചിട്ട് ഒരു അപ്പം തന്നെ കൈ കൊടുത്താൽ പോലും അത്ര തെറിക്കണ പരിപാടി ഒന്നുമില്ല കേട്ടോ ഇതിനകത്ത്. അത് നമ്മൾ അടിച്ചിട്ട് അപ്പം തന്നെ ഒന്ന് വീൽസ് സ്പിൻ ചെയ്യണതിന് പകരം ഒരു അരമണിക്കൂർ ഒക്കെ ഇടപെട്ടിട്ട് ചെയ്യാനാണ് എല്ലാ ബ്രാൻഡുകാരും പറയുന്നത്. നമ്മളിന്ന് ലൈവായിട്ട് ഈ വണ്ടിയിൽ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ആരും ലൈവായിട്ടൊന്നും ചെയ്ത് കാണിച്ചു തരില്ല. നമ്മളിത് ഈ വണ്ടിയിൽ തന്നെ അതെ പറയൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ലൈവായിട്ട് ട്രൈ ചെയ്ത് തെറിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തും. അപ്പോൾ നമുക്കിനി നോർമൽ ലൂബും നമ്മുടെ സിന്തറ്റിക് ലൂബും ആയിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണിച്ചു തരാം. ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ലൂബ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലൂബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊടുത്ത് നോക്കാം എന്താ അവസ്ഥ കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്പർ പ്ലേറ്റിലായിട്ടുണ്ട്, ഇവിടെ ആയിട്ടുണ്ട്. ഇത് നോക്ക്, നിറച്ചും ആയിട്ടുണ്ട് കേട്ടോ, തെറിച്ചിട്ടുണ്ട്. അലോയ്സ് ബ്ലാക്ക് ആയതുകൊണ്ട് അറിയാത്ത കേട്ടോ. അലോയ്സിലൊക്കെ നിറച്ചും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോർമൽ ലൂബ് ഉപയോഗിച്ചപ്പോൾ ഇങ്ങനെ കേട്ടോ. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒഴുകിയിട്ടുണ്ട് കേട്ടോ, താഴെയൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഇനി മൊത്തം ഒന്ന്. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഈ സിന്തറ്റിക് ലൂബ് അടിച്ചു നോക്കാൻ. അപ്പോൾ നമുക്ക് തെറിക്കോ ഇല്ലയോ നോക്കാം. അപ്പോൾ നമ്മളിനി ക്ലീൻ ചെയ്തിട്ട് ഇനി മൊത്തം നമുക്ക് ചെയിൻ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിനി അടുത്ത ലൂബ് വെച്ച് ട്രൈ ചെയ്യാം. ഇതൊക്കെ ടയർ മൊത്തം കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ ലൂബ് കേട്ടോ. അപ്പം നമ്മൾ ഒരു കണക്കിന് ഇത് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇനി നമ്മൾ റെഡോണിൻ്റെ സിന്തറ്റിക് ലൂബാണ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്പോട്ടിൽ തന്നെ വണ്ടി കൈ കൊടുത്ത് നോക്കാം സംഭവം തെറിക്കോ ഇല്ലയെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല കൈ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കി നോക്കാം. കണ്ടോ, ഒട്ടും തന്നെ തെറിച്ചിട്ടില്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും നേരത്തെ എങ്ങനെയായിരുന്നതെന്ന് ഞാൻ വേണേൽ കാണിച്ചു തരാം. കണ്ടില്ലേ, ഒട്ടും തന്നെ തെറിച്ചിട്ടില്ല കേട്ടോ. അലോയൊക്കെ നല്ല ക്ലീനാണ്. നേരത്തെ ഇവിടെയൊക്കെ തുറച്ചപ്പോൾ നല്ലത് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയാ തെറിച്ചിട്ടില്ല. പക്ഷെ ചിലർക്കുണ്ടല്ലോ ഈ ചെയിൻ ക്ലീനർ ഉപയോഗിക്കാൻ അറിയില്ല എങ്ങനെയാന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെയിൻ ക്ലീനർ നമ്മൾ അടിച്ചതിന് ശേഷം അത് ഒന്ന് മറ്റേ ബ്രഷ് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്യുക. ചെയിൻ ക്ലീനർ മൊത്തം ഇതിൽ നിന്ന് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ചെയിൻ ലൂബ് ചെയ്യുക. അപ്പോൾ ലൂബ് ചെയ്യുമ്പോൾ കറക്റ്റ്, ഇല്ലെങ്കിൽ ഈ ചെയിൻ ക്ലീനറിൻ്റെ കണ്ടന്റ് അതിനകത്ത് അവശേഷിച്ച് കഴിഞ്ഞാൽ ഈ ചെയിൻ ലൂബ് എന്ത് ചെയ്ത് അതിനകത്ത് പിടിക്കില്ല. അപ്പോൾ അതാട്ടോ. അപ്പോൾ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറേ പേർക്കുണ്ട്. ചെയിൻ ലൂബ് ചെയിൻ ക്ലീനർ അപ്പം അടിക്കും, എന്നിട്ട് വെറുതെ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് ഒന്ന് വരച്ച് കളഞ്ഞിട്ട് ഇതങ്ങ് അടിക്കും. ഇതടിക്കുമ്പോൾ അത് പിടിക്കില്ല. അതാണ് പ്രശ്നം. ഇതിപ്പോൾ നമുക്ക് ചില ഞാൻ ബ്രാൻഡ് പേരൊന്നും എടുത്ത് പറയുന്നില്ല. ആ ബ്രാൻഡൊക്കെ ഇന്റർനാഷണൽ ലെവലിലുള്ള ചെയിൻ ലൂബ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവിടുത്തെ കൺട്രീസിലൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിലൊന്നും അത് നിൽക്കൂല കേട്ടോ. മഴയത്തൊക്കെ ആകുമ്പോഴത്തേനും, ഒരു മഴയത്താകുമ്പോഴത്തേനും എല്ലാം പോയിണ്ടാവും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ
ഗായ്സ് അങ്ങനെ നമ്മൾ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ 3 പ്രോഡക്റ്റ്സാണ് ഇവർക്കുള്ളത്. ചെയിൻ ക്ലീനർ, ചെയിൻ ലൂബ്, അതുപോലെ ഹെൽമെറ്റ് ക്ലീനർ. അപ്പോൾ ഇത് മാറ്റി ട്രൈ ചെയ്തായി. ഇപ്പോൾ വൈകുന്നേരമായി. നമ്മൾ ഈ ഓരോന്നും അടിക്കുക ക്ലീൻ ചെയ്യുക അത് ചെറിയ ടാസ്ക് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ടൈം എടുത്തിട്ടാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. നല്ല ലൂബാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ നിയർ ബൈ ഉള്ള എല്ലാ ആക്സറി ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. സിന്തറ്റിക് ലൂബാണ്, അതാണ് ഏറ്റവും വലിയൊരു ഗുണം. നല്ല ലാസ്റ്റിങ്ങും ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, തെറിച്ച് വൃത്തികേടാവുന്ന ഒരു പ്രശ്നവും ഇതിനകത്തില്ല കേട്ടോ. അപ്പോൾ നേരത്തെ അടിച്ചതിൽ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ. ജെന്യൂനായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കുക. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.